കേരളത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, ആരും ബി ജെ പിക്കാരാകാൻ പാടില്ല. ബി ജെ പിക്കാരായി കഴിഞ്ഞാണല്ലോ ഭയങ്കര എന്തോ രാജ്യദ്രോഹ കുറ്റം പോലെയാണ്. എടോ, ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള എല്ലാവിധ അധികാരവും ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് മലയാളികളെ നിങ്ങൾക്ക് ഈ ബി ജെ പി എന്ന് കേൾക്കുമ്പോൾ ഇത്ര ഹറാമ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. നടൻ കൃഷ്ണകുമാറിൻ്റെ കേസാണ്. നടൻ കൃഷ്ണകുമാർ ബി ജെ പിക്കാരനായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അയാളുടെ കൂടെ പലപ്പോഴും പല ആൾക്കാരും നിൽക്കാത്തത്. പെരുങ്കളികളായ 5 പെണ്ണുങ്ങൾ കാണിച്ച പോക്കിരിത്തരത്തിന് കൂട്ടുപിടിക്കുന്നവരാണ് ഇവിടുത്തെ ചാനലുകാരും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. എന്താണെന്നറിയുമോ? അയാൾ ബി ജെ പിക്കാരനാണ്. ഇവിടെ ബി ജെ പിക്കാരെന്ന് പറഞ്ഞുള്ള തീവ്രവാദ പ്രവർത്തനമല്ലാണോ? എന്ത് മനുഷ്യരാണോ നിങ്ങളൊക്കെ? അവരുടെ ഒരു ഇത് എടുത്തു നോക്കണം. ആ കൃഷ്ണകുമാറിൻ്റെ മകള് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് 5 പേര് സ്ഥാപനം തുടങ്ങി, കുറച്ച് സ്റ്റാഫിനെ നിർത്തിച്ച് അവരതിനകത്ത് നിന്ന് പണം തട്ടിപ്പിച്ച് ആളായി മാറി. എന്നിട്ട് അത് ചോദിക്കാൻ ചെന്നപ്പോൾ ഏകദേശം കരഞ്ഞു പിടിച്ച് കാല് പിടിച്ച് ഒരു 8 ലക്ഷം രൂപ ഒപ്പിച്ച് കൊടുത്തു. ഏകദേശം 69 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റി. എങ്ങനെയെന്നുള്ളത് രസകരല്ലേ? സ്ഥാപനത്തിൽ വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന്, അതായത് ദിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന കൃഷ്ണകുമാറിൻ്റെ മകള് കുറച്ച് രോഗപ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്ഥാപനത്തിൽ മാറി നിൽക്കുകയാണ്. അപ്പം ആ സമയത്ത് ഇവിടെ സ്ഥാപനത്തിൽ വരുന്ന ആളുകളുമായി അവർ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇവരുടെ സ്വന്തം ഫോണിലെ QR കോഡ് കാണിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അടിച്ച് മാറ്റിക്കൊണ്ടിരുന്നു. അത് നോക്കാതിരുന്നത് കൃഷ്ണകുമാറിൻ്റെ മകളുടെ കയ്യിൽ തെറ്റ്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്, സ്വന്തം അപ്പനെ പോലും. അതാണ് ഇന്നത്തെ കാലഘട്ടം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പറ്റിയൊരു അബദ്ധമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ആരോടും ചെയ്യരുത്. ഇത് പണി കിട്ടുക തന്നെ ചെയ്യും. അതാണ് അവർക്ക് പറ്റിയത്. എന്നിട്ട് ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ, കൃഷ്ണകുമാർ കണ്ടു. എനിക്ക് മനസ്സിലാത്ത കാര്യം, ഈ ഒരൊറ്റ വേറൊന്നും പുള്ളിയോട് വെറുപ്പ് കാണിക്കാൻ ആർക്കും ഇല്ല. ഒരു കേസ് പോലും പുള്ളിക്കാരൻ്റെ പേരിലില്ല. എന്നാലും ഇവിടെ ഉള്ളവരെല്ലാവരും ഇതിനും ഇതൊരു കോമഡി അല്ല. ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് സോൾവ് ആക്കിയതിന് ശേഷം ഇവർ വീണ്ടും ഈ 8 ലക്ഷം കൊടുത്ത് കാല് പിടിച്ച് പിന്നെയും ഇത് എഴുതി തരണം എന്നൊക്കെ പറഞ്ഞെന്തോ ഞങ്ങളിനി പ്രശ്നത്തിന് പോകില്ല, അത് എഴുതി തരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഇവർ സംഗതി റോങ് ആണെന്ന് തോന്നിയപ്പോൾ ഇവർ കേസ് കൊടുത്തപ്പോൾ അവർ കൗണ്ടർ കേസ് കൊടുത്തു. എന്താണ്? ഞങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചു, ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയി, ഞങ്ങൾ ലൈംഗിക കാര്യങ്ങൾ ചെയ്തു, മറിച്ച് ഇവരുടെ വീട്ടിലുള്ള കൃഷ്ണകുമാറിൻ്റെ മരുമോനെതിരെയും കൃഷ്ണകുമാറിനെതിരെയൊക്കെ വേറൊരു കേസ്. എങ്ങനെയുണ്ട്? നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ജാതി സ്പിരിറ്റ് അല്ല, നമ്മുടെ ജാതീയമായ ആനുകൂല്യങ്ങൾ സർക്കാർ തന്നിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ടൊരു പണി ചെയ്യാൻ നോക്കി. കൂടത്തിൽ സ്ത്രീകളെന്ന് പറയുന്ന മറ്റേ ലൈംഗിക പരിപാടി ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈംഗിക കേസം കുത്തിയിട്ട സെറ്റ് എവിടെ അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക. പുലി വരുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന ലാസ്റ്റ് നാട്ടുകാർ തിരിഞ്ഞു നോക്കത്തില്ല. മനസ്സിലായി? പുലി വന്നിട്ട് തിന്നിട്ട് പോകും. പല പ്രാവശ്യം പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെയിം അവസ്ഥ നിങ്ങളൊക്കെ ചെയ്യുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ ഈ മാനം എന്ന് പറയുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്. അത് വരുമ്പോൾ അങ്ങനെ ഒരു പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ സ്ത്രീകൾക്ക് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് രക്ഷ നേടാൻ വേണ്ടി മാത്രം. പക്ഷേ അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? കണ്ടവൻ്റെ നെഞ്ചത്ത് ചവിട്ടി നിങ്ങളെ ജീവിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെറ്റത്തര കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം പിടിക്കപ്പെടും കേട്ടോ, വോട്ട് വിടില്ല. സത്യം മാത്രമേ ജയിക്കൂ, അത് ഉറപ്പാണ്. എപ്പോഴാണെങ്കിലും സത്യം മതി. കൃഷ്ണകുമാറിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അയാൾ നമ്മുടെ ആരുമൊന്നുമല്ല, ഒരു സിനിമാ നടൻ എന്നതിലുപരി, അല്ലെങ്കിൽ ഒരു ബി ജെ പി ഞാൻ ബി ജെ പിക്കാരനെന്ന് പറഞ്ഞു, ഒരു സിനിമാ നടൻ എന്നതിലുപരി പുള്ളിയായ അത് പരിചയം നമുക്കില്ല. പക്ഷെ കാണുമ്പോഴല്ലോ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരം കൂടി ഇതിനകത്തുണ്ടേ, അതുകൊണ്ട് എടുത്ത് പറഞ്ഞു. ഓക്കെ, ശരി.